സഹിക്കുന്ന മനുഷ്യനോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം. ഈ ദൈവ സാന്നിധ്യമാണ് മനുഷ്യന്റെ ഭീതി അകറ്റുന്ന ഏറ്റവും നല്ല സിദ്ധ ഔഷധവും. മരണഭീതിയിലകപ്പെട്ട ജനത്തിന് പ്രത്യാശ നൽകുന്ന രക്ഷാകര സംഭവങ്ങളുടെ ഓർമ്മയാണല്ലോ ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഉദ്ധാനവും ഒക്കെ. വിശുദ്ധാഴ്ചയിലെ 3-ാം ദിനത്തിൽ മരണഭീതി അകറ്റുന്ന ഈശോയെ പറ്റി നമുക്ക് അല്പമൊന്ന് ചിന്തിക്കാം. അഡോൾഫ് ഹിറ്റ്ലറിന്റെ ആദ്യത്തെ നാസി തടങ്കൽ പാളയമായ ദാഹാവിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണ നിലനിർത്തുവാൻ രൂപം നൽകിയ ആത്മീയനിർമ്മിതിയാണ് ഈശോയുടെ മരണഭീതിയുടെ ചാപ്പൽ. ജർമ്മനിയിലെ ബവേറിയ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ മ്യൂണിക്കിനടുത്തുള്ള ചെറുപട്ടണമാണ് ദാഹാവ്. സിലിണ്ടർ ആകൃതിയിലാണ് ഈ ചാപ്പൽ നിർമ്മിച്ചിരിക്കുക. 13.60 മീറ്റർ ഉയരവും 14.20 മീറ്റർ വ്യാസവുമുള്ള ഈ ചാപ്പൽ എപ്പോഴും തുറന്നിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനാലയമാണ്. 1960-ൽ മ്യൂണിക്കിൽ സമ്മേളിച്ച അന്തർദേശീയ ദിവ്യകാരുണ്യ കോൺഗ്രസിനോട് അനുബന്ധിച്ചായിരുന്നു ഈ ആരാധനാലയത്തിന്റെ കൂദാശകർമ്മം. 1933 മുതൽ 1945 വരെയുള്ള ഒരു വ്യാഴവട്ടക്കാലം ഇവിടെ മരണത്തിന്റെ നിഴലിൽ ജീവിച്ച 2 ലക്ഷത്തിലധികം അന്തേവാസികളുടെ വേദനയും കഷ്ടപ്പാടുകളിലും ദൈവം കേട്ടതിൻ്റെയും അവരോടൊപ്പം ആയിരുന്നതിൻ്റെയും അടയാളമാണ് ഈ തുറന്ന ചാപ്പൽ. ഈശോ കുരിശുമരണത്തിലൂടെ സഹനവും വേദനകളും രക്ഷാകര യാഥാർത്ഥ്യമാക്കി. അതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈശോയുടെ മരണഭീതിയുടെ ചാപ്പൽ വിശ്വാസികൾക്ക് പകർന്നു നൽകുക. ചാപ്പലിന്റെ പ്രവേശന കവാടത്തിന് മുകളിൽ 550 കിലോഗ്രാം ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച മുൾക്കിരീടം സ്ഥാപിച്ചിട്ടുണ്ട്. തടങ്കൽ പാളയത്തിൽ പീഡനമേറ്റ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദനയെയാണ് അത് പ്രതിനിധീകരിക്കുന്നത്. അവരും ഈശോയുടെ പീഡാനുഭവത്തിൽ പങ്കുചേരുകയായിരുന്നു എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ചാപ്പലിന് മുന്നിൽ ഇടതുവശത്തായി ഒരു സ്മാരക മണിയുണ്ട്. 3000 കിലോഗ്രാം ഭാരമുള്ള ഈ മണി 8 മീറ്റർ ഉയരമുള്ള ഒരു മാളികയിലാണ് സ്ഥാപിച്ചിരിക്കുക. ദാഹാവിലെ തടങ്കൽ പാളയത്തിൽ മരണമടഞ്ഞവരുടെ ഓർമ്മയ്ക്കായി എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 2:50 ഈ മണി മുഴങ്ങും. ഈ ആത്മീയ ഗേഹത്തിന് പുറത്ത് പീഡനമേറ്റ ഈശോയുടെ തിരുരൂപമുണ്ട്. ക്രിസ്തുവിന്റെ ദുരിതം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വെങ്കല ശില്പം ദാഹാവിൽ മരണമടഞ്ഞ പോളിഷ് വൈദികരുടെ ഓർമ്മയ്ക്കായി മെനഞ്ഞതാണ്. ദാഹാവിൽ കൊല്ലപ്പെട്ട ഓരോ 3 പേരിൽ ഒരാൾ പോളണ്ടുകാരനായിരുന്നു. അതുപോലെ രക്തസാക്ഷികളായ വൈദികരിൽ പകുതിയോളം വരും പോളിഷ് സഭാംഗങ്ങൾ. മനുഷ്യന്റെ ഭീതിയും ആഗ്രഹങ്ങളും ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക, അങ്ങനെ ദൈവവുമായ ഒരു ഹൃദയബന്ധത്തിൽ അവനെ പുതുക്കി മെനയുക, ഇതായിരുന്നു ഈശോയുടെ ഹൃദയ അഭിലാഷം. സഹിക്കുന്ന മനുഷ്യരോടൊപ്പം കൂടെ സഹിക്കുന്നവനാണ് ദൈവം എന്ന വലിയ സത്യമാണ് മനുഷ്യവംശത്തിന്റെ പീഡാനുഭവ ഭാരത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, സഹിക്കുന്ന മനുഷ്യനോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവം, ഈ ദൈവ സാന്നിധ്യമാണ് മനുഷ്യന്റെ ഭീതി അകറ്റുന്ന ഏറ്റവും നല്ല സിദ്ധ ഔഷധവും. നിസ്സഹായതയും കഷ്ടപ്പാടും വേദനയും മനുഷ്യനെ വരിഞ്ഞു മുറുക്കുമ്പോൾ അവനെ മാറോട് ചേർക്കുന്ന ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാൽ നിരാശ നമ്മെ കീഴടക്കില്ല കേട്ടോ. പ്രത്യാശ പകരുന്ന ഭാവിയിലേക്ക് ദൈവാത്മാവ് നമ്മെ നയിക്കുകയും പുതിയ ലോകം നമുക്കായി സൃഷ്ടിക്കുകയും ചെയ്യും. ഈശോ തന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി സഹനത്തിന് പുതിയൊരു അർത്ഥം നൽകി നമ്മെ അവിടത്തോട് അനുരൂപപ്പെടുത്തുവാനും അവിടുത്തെ രക്ഷാകരമായ പീഡാസഹനത്തോട് ഐക്യപ്പെടുത്തുവാനും അതിന് കഴിയും. CCC 1505 എന്ന സഭാ പഠനം നമുക്കൊരിക്കലും മറക്കാതിരിക്കാം.